ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബിസിനസ് സക്സസിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡുകളും ഏഞ്ചൽ നമ്പേഴ്സുമാണ്. ഇത് കസ്റ്റമേഴ്സ് ധാരാളം വരാനും സെയിൽസ് നല്ലോണം നടക്കാനും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനും അതുപോലെ ബിസിനസ് ഡീലുകളൊക്കെ സക്സസ് ആകാനും നിങ്ങളുടെ ആ ഒരു ബിസിനസ് വലിയ പ്രശസ്തിയിലെത്താനും ഒക്കെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡും ഏഞ്ചൽ നമ്പേഴ്സുമാണ്. ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങളെല്ലാ പേരും നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെന്നും വിജയിയായിട്ട് ജീവിക്കുക. നിങ്ങളത് മുറുകെ പിടിച്ച് ഞാൻ വിജയിക്കും എന്നൊരു വാക്ക് നിങ്ങൾ ആഴത്തിൽ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് കർമ്മവും പ്രാക്ടീസുകളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ നെഗറ്റീവ് സാഹചര്യമാണെങ്കിലും മാറിത്തരും. അത് യൂണിവേഴ്സായിട്ട് തന്നെ സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും മാറ്റി നിങ്ങൾക്ക് അനുകൂലമാക്കി തരും. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കും. എത്ര നിങ്ങൾ അത് മാറില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കാതിരുന്നാൽ മതി. എല്ലാം മാറ്റാൻ ഈശ്വരന് ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അപാരമായ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാൻ പഠിക്കണം. സ്വപ്നം കാണാൻ ധൈര്യം കാണിക്കണം. ഓക്കെ. ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? സാഹചര്യം അനുകൂലമല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് പാടേ എടുത്ത് മാറ്റുക. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, ഈശ്വരനിൽ വിശ്വസിക്കുന്നു, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും. ആ സാഹചര്യങ്ങൾ അതിനനുസരിച്ച് എനിക്ക് അനുകൂലമായി മാറുമെന്ന് മാത്രം ചിന്തിക്കാൻ പഠിക്കൂ. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കും. സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യും കേട്ടോ. എല്ലാ പേർക്കും ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് പ്രാക്ടീസുകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് ജീവിതമായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാം എന്നൊരു മിഥ്യാധാരണ വിട്ടേക്കുക. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ എന്തും മാറ്റിയെടുത്ത് വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ആവർത്തിച്ച് ചിന്തിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ച് ആസ്വദിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. ഇന്നെല്ലാം നേടിയെടുക്കാനുള്ള ശക്തി നമ്മുടെ ചിന്തകൾക്കുണ്ട്. ഓക്കെ. അപ്പം നമുക്കിന്ന് ഓഡിയോയിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ് സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട സ്വിച്ച് ബോർഡുകളെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. മൊത്തത്തിൽ നമ്മുടെ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സ്വിച്ച് ബോർഡാണ് ഗീവ് പേഴ്സണൽ റെഡിക്കുലസ് സ്കീം. ഓക്കെ. ഗീവ് പേഴ്സണൽ റെഡിക്കുലസ് സ്കീം. ഇത് നിങ്ങൾ 28 ടൈംസ് എഴുതുക. ഓക്കെ. എന്നും എഴുതുക. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ആ അഫർമേഷനും സ്വിച്ച് ബോർഡുകളും കൂടെ എഴുതിയെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാകാതിരുന്നാൽ മതി. ഈ ഗിവ് പേഴ്സണൽ റെഡിക്കുലസ് സ്കീം എന്ന് പറയുന്നത് മൊത്തത്തിൽ ബിസിനസ്സിൻ്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ സാധനങ്ങൾ വാങ്ങുന്നില്ല. ഇങ്ങനെ ഓരോ തലങ്ങളിലായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അത് നോക്കിയിട്ട് ഇതിൽ പ്രധാനപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ. അതിന് ഇതിലേത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഗീവ് പേഴ്സണൽ റെഡിക്കുലസ് സ്കീം എല്ലാത്തിൻ്റെയും ഒരു എന്താണ് തലതൊട്ടപ്പനെന്ന് നമ്മൾ പറയില്ല, അതുപോലെ ആ ഒരു സ്വിച്ച് ബോർഡിനെ ഒഴിവാക്കണ്ട. അതിനോടൊപ്പം മറ്റു സ്വിച്ച് ബോർഡുകൾ ഏഞ്ചൽ നമ്പേഴ്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഇനി ധാരാളമായിട്ട് കസ്റ്റമേഴ്സ് വരാനും വരുന്നത് മാത്രമല്ല അതിലൂടെ നല്ല സെയിൽ നടക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡും ഏഞ്ചൽ നമ്പറും ഇതാണ്. ആഡ്, ഗീവ്, കൗണ്ട്, നൗ. സെയിൽ കസ്റ്റമേഴ്സ് ധാരാളം വരാനും അതുപോലെ നല്ല വൻ ലാഭത്തിന് ആ ഒരു കച്ചവടം നടക്കാനും അതിനാണ് ആഡ്, ഗീവ്, കൗണ്ട്, നൗ. അതിൻ്റെ ഏഞ്ചൽ നമ്പർ 71588. ഓക്കെ. 71588. അപ്പോൾ ഇത് നിങ്ങൾ
നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുക. ഓക്കെ. അടുത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ നല്ല വരുമാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാഭം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കാനായിട്ട് വളരെ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് എന്താണ് വീണ്ടും ബിസിനസ് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള വലിയ വരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന വളരെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം നേടാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് കൗണ്ട് ഹോൾ. COUNTHOLE, കൗണ്ട് ഹോൾ. ഓക്കെ. ബിസിനസ് ഡീല്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് ഡീലുകൾ കാണുമല്ലോ, അത് വിജയിപ്പിക്കാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഗുഡ് ന്യൂസ്. നിങ്ങളതിന് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് 1-2 ദിവസത്തിന് മുമ്പ് തന്നെ ഇത് എഴുതുകയും പറയുകയും ചെയ്യുക. ഈ സ്വിച്ച് വേർഡ് ഗുഡ് ന്യൂസ് അത് പ്രാക്ടീസ് ചെയ്ത് ഇതിൽ റിസൾട്ട് കിട്ടിയ ഒരുപാട് പേര് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് ആ ഒരു സക്സസ് സ്റ്റോറി ഈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത്. ഈ ഗുഡ് ന്യൂസും ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട് എൻ്റെ സ്റ്റുഡൻസ്. അപ്പോൾ അടുത്ത് നമ്മുടെ ബിസിനസ് പ്രശസ്തിയാകണമല്ലോ, നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടണമല്ലോ. അതിന് സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് 8277-247. ഓക്കെ. 8277-247. നിങ്ങളെ ഇത് രാവിലെ അവിടെ ബിസിനസ്സിന് സ്ഥാപനത്തിൽ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ ഇടത് ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഇത് എഴുതി വെച്ചിട്ട് പോവുക. ഗ്രീൻ കളർ പെന്നുകൊണ്ടോ, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് കളർ പെന്നുകൊണ്ട് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ബ്ലൂവോ ബ്ലാക്ക് യൂസ് ചെയ്യാതെ ബാക്കി എന്ത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പണത്തെയും സമൃദ്ധിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീൻ ആയതുകൊണ്ട് പണസംബന്ധമായിട്ടുള്ള കൂടുതൽ ഗ്രീനാണ് യൂസ് ചെയ്യാറുള്ളത്. ഗ്രീൻ കളർ പെന്നുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ബോഡി പാർട്ടിൽ ഇത് എഴുതി വെച്ചിട്ട് പോയി. ഇതിൽ ഏത് സ്വിച്ച് വേർഡ് ഏഞ്ചൽ നമ്പർ വേണമെങ്കിലും ലെഫ്റ്റ് ബോഡി പാർട്ടിൽ എഴുതാം. ഈ പ്രാക്ടീസുകൾ നിങ്ങളുടെ മനസ്സിന് കൺഫ്യൂഷൻ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് 2-3 സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം എല്ലാം ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അല്ലാതെ ഒരേ സമയത്ത് 3-4 തലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡുകളല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുക്കും ചിട്ടയോടും കൂടി എഴുതിയെടുത്ത് കൃത്യമായിട്ടും ആവർത്തിച്ചെഴുതാൻ ശ്രമിക്കുക. ഏഞ്ചൽ നമ്പേഴ്സ് സ്വിച്ച് വേർഡ്സും 28 ടൈംസ് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് വൻ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉറപ്പായിട്ടും നമ്മളത് ആ ബിസിനസ് സക്സസ് ആകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ആ വിശ്വാസം സത്യമാകാനായിട്ട് ഈ പ്രപഞ്ചം ഒരുങ്ങും. അതിനായിട്ട് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെയും ഒക്കെ മാറ്റുന്നത് ഈശ്വരനാണ്. നമ്മളൊരു ആഗ്രഹം മനസ്സിൽ ജനിച്ചാൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അത് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കരുത്, താൽക്കാലികമായിട്ട് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ഒരു പക്ഷേ അതിനുള്ള സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ അകലും. അയ്യോ, ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഇത് നേടിയെടുക്കും എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും. സോ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആഗ്രഹം നേടിയെടുക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ആദ്യമേ ചിന്തിച്ച് പിന്നിലേക്ക് പോകരുത്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ വീട്ടിൽ പെർമിഷൻ ഇല്ല ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ള അനുഭവം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത പ്രാക്ടീസുകൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. വിശ്വാസം, സാഹചര്യം, നമ്മൾ സാഹചര്യത്തെ മറക്കൂ. ജോലിക്ക് പോകുന്നതായിട്ടും ഫസ്റ്റ് സാലറി വാങ്ങുന്നതായിട്ടും ആരാണോ വിസമ്മതം കാണിച്ചത് അവർ സന്തോഷമായിട്ട് ഒപ്പം നിൽക്കുന്നതായിട്ടും ഒക്കെ ഒന്ന് സങ്കല്പിക്കുക. ആദ്യം സമ്മതിച്ചില്ല, എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ പറ്റില്ല, ഈ വ്യക്തികളൊന്നും മാറില്ല എന്ന്. പക്ഷേ ഞാൻ കൊടുത്ത ആ ഒരു വിശ്വാസത്തിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഒരിക്കൽ എനിക്കൊരു കോള് വന്നു. മാഡം, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള PSC പഠിക്കാൻ പൊക്കോളാനുള്ള പെർമിഷൻ കിട്ടി. എനിക്ക് വലിയ സന്തോഷമാണ്. വലിയ അതെങ്കിലും കിട്ടിയല്ലോ, എനിക്ക് ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു വാർത്ത. അപ്പോൾ മനസ്സിലായില്ലേ, സാഹചര്യങ്ങളെ പേടിച്ച് ആഗ്രഹിക്കാതിരിക്കരുത്. സാഹചര്യത്തെ ഈശ്വരൻ മാറ്റിത്തരും, വഴി ഈശ്വരൻ കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ജീവിത വിജയവും നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ വിജയങ്ങളും ആദ്യം ജനിക്കേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. ഓക്കെ. അവിടെ ജനിക്കുന്ന എല്ലാ വിജയങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.